അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക 400 ആണെങ്കിൽ ആ ശ്രേണിയിലെ 13ാമത്തെ പദം ഏത്? ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞത് 25 പദങ്ങളാണ്. അപ്പോൾ 1 മുതൽ 25 പദങ്ങൾ ഉണ്ടെങ്കിൽ അതിലെ 13ാമത്തെ പദം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും നടുവിലെ പദമായിരിക്കും. അപ്പൊ ഒരു സമാന്തര ശ്രേണി എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും നടുവിലെ പദം എന്ന് പറഞ്ഞാൽ ആ ശ്രേണിയുടെ ആവറേജിന് തുല്യമായിരിക്കും. ഓക്കെ, ആ രീതിയിലാണ് ഒന്നാമത്തത് ചെയ്യുന്നത്. അപ്പൊ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുക ഡിവൈഡഡ് ബൈ എണ്ണം. അപ്പൊ ഇതിനകത്ത് തുക തന്നിട്ടുണ്ട്, എത്രയാണ്? 400 ആണ്. എണ്ണം തന്നിട്ടുണ്ട്, 25 പദങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 400/25 ചെയ്താൽ 16 കിട്ടും. അത് ഒരു രീതി. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഉണ്ട്, സമ്മിന്റെ ഇക്വേഷൻ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇതാണ് സമ്മിന്റെ ഒരു ഇക്വേഷൻ. അപ്പൊ n എത്രയാണ്? 25 ആണ്. 25/2. ഫസ്റ്റ് ടേം a ആയിട്ട് എടുക്കാം. ലാസ്റ്റ് ടേം എന്താണ്? 25ാമത്തെ ടേം ആണ്. 25 എന്ന് പറഞ്ഞാൽ ആദ്യ പദം പ്ലസ് 24 പൊതുവ്യത്യാസം. അപ്പൊ a പ്ലസ് 24d. ഇത് ആദ്യത്തെ a ആണ്. പിന്നെ രണ്ടാമത്തെ 25ാമത്തെ പദത്തിനുള്ള ഇക്വേഷനിൽ ഒരു a കൂടെ വരും. ഓക്കെ, അപ്പൊ അതിനൊന്നുകൂടെ കഴിഞ്ഞാൽ 25/2 ഇൻറ്റു a പ്ലസ് a 2a പ്ലസ് 24d. ഇനി ഈ രണ്ടിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ രണ്ട് ക്യാൻസൽ ആയി പോകും. ഈ 24നെ 2 പോയാൽ ബാക്കി 12 വരും. അപ്പൊ 25 ഇൻറ്റു a പ്ലസ് 12d. ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ്? സമ്മിന്റെ ഇക്വേഷൻ ആണ്. സം എത്രയാണ് തന്നിട്ടുണ്ട്? 400 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈക്വൽ ടു 400 എന്ന് എഴുതാം. ഇനി നമുക്ക് കാണേണ്ടത് 13ാമത്തെ ടേം ആണ്. അതിന്റെ ഇക്വേഷൻ എന്താണ്? a പ്ലസ് 12d. a പ്ലസ് 12 പൊതുവ്യത്യാസമാണ് 13ാമത്തെ പദം. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ a പ്ലസ് 12d കണ്ടാൽ നമ്മുടെ ഉത്തരമായി. അപ്പൊ ഈക്വൽ ടു 400. ഈ 25 അങ്ങോട്ട് പോകും, താഴേക്ക് പോകും. 400/25 ഈക്വൽ ടു 16. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും.